ആറാം ഘട്ട പോളിംഗ് രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഡൽഹിയിലെയും ഹരിയാനയിലെയും ഒക്കെ വിവിധ ബൂത്തുകളിൽ രാവിലെ വലിയ തിരക്കായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. പിന്നീട് ഈ താപനില ഇപ്പോൾ ഏതാണ്ട് 46 ഡിഗ്രിക്ക് പുറത്താണ്. കനത്ത ചൂടാണ്. ആ ചൂട് കാരണം പോളിംഗ് അല്പം മന്ദഗതിയിലായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ ന്യൂനപക്ഷങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ബൂത്തുകളിലൊക്കെ നമുക്ക് ഈ കാണാവുന്നതുപോലെ തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. നീണ്ട നിരയാണ് പല ബൂത്തുകളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഷഹീൻ ബാഗിലെ ഒരു ബൂത്തിലാണ്. ഇവിടെ രാവിലെ മുതൽ വലിയ തോതിൽ ഉള്ള ഈ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോഴും ഇപ്പോൾ താപനില ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത താപനിലയാണ്. 45 ഡിഗ്രിക്ക് പുറത്താണ് ഇപ്പോൾ ചൂടുള്ളത്. ആ ചൂട് അവഗണിച്ചുകൊണ്ടും ആൾക്കാർ നിരവധി പേർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഹരിയാനയിലെയും ന്യൂനപക്ഷ കേന്ദ്രീകൃത ബൂത്തുകളിലുള്ളത്. ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ബൂത്തുകൾക്ക് പുറമെ ജാട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിലും രാവിലെ മുതൽ വലിയ പോളിംഗ് നടക്കുന്നുണ്ട്. ഈ ഹരിയാനയിലെ ജാട്ട് സമുദായത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ പോളിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഈ കണക്കുകളും മറ്റും വ്യക്തമാക്കുന്നത്. ഹരിയാനയിലും ഡൽഹിക്ക് സമാനമായ രീതിയിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. 45 ഡിഗ്രിക്ക് പുറത്താണ് ഹരിയാനയിലെയും ചൂട്. ഉഷ്ണതരംഗത്തിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ജാട്ടുകളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഈ പോളിംഗ് നടക്കുന്നത്. ഇന്നലെ തന്നെ ഈ പോളിംഗ് സംബന്ധിച്ച് ചില ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വൈകിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ LGയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നൊക്കെ ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു. പക്ഷേ ആരോപണങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും വോട്ടർമാരങ്ങനെ കാര്യമായി പരാതികളൊന്നും പറയുന്നില്ല. ഏതായാലും നീണ്ട നിരയാണ് നമുക്ക് പല ബൂത്തുകളിലും കാണാൻ വേണ്ടി കഴിയുന്നത്.